വിജയ ഗുരുനാഥ സേതുപതി കാളിമുത്തു എന്ന വിജയ് സേതുപതി 1978 ജനുവരി 16 ജനിച്ചു. 6ാം ക്ലാസ് വരെ വളർന്നത് രാജാപാളയത്താണ്. ശേഷം ചെന്നൈയിലേക്ക് മാറി. സേതുപതിയുടെ അഭിപ്രായത്തിൽ അദ്ദേഹം സ്കൂൾ മുതൽ ആവറേജിൽ താഴെയുള്ള വിദ്യാർത്ഥിയായിരുന്നു. മാത്രമല്ല സ്പോർട്സിലോ മറ്റ് പാഠ്യേതര പ്രവർത്തനങ്ങളിലോ താല്പര്യമില്ലായിരുന്നു. 1994 അദ്ദേഹത്തിന്റെ 16ാം വയസ്സിൽ നമ്പവർ എന്ന ചിത്രത്തിലെ ഒരു വേഷത്തിനായി ഓഡിഷൻ നടത്തിയെങ്കിലും ഉയരം കുറവായതിനാൽ അത് നിരസിക്കപ്പെട്ടു. പോക്കറ്റ് മണിക്ക് വേണ്ടി സേതുപതി ചെറുപ്രായത്തിൽ തന്നെ പലതരം ജോലികൾ ചെയ്തിട്ടുണ്ട്. ഒരു റീറ്റെയിൽ സ്റ്റോറിലെ സെയിൽസ്മാൻ, ഫാസ്റ്റ് ഫുഡ് ജോയിന്റിലെ കാഷ്യർ, ഫോൺ ബൂത്ത് ഓപ്പറേറ്റർ, അങ്ങനെ നീളുന്നു ആ ലിസ്റ്റ്. സ്കൂൾ പഠനശേഷം കൊമേഴ്സിൽ ബിരുദം നേടി. അതിനുശേഷം ഒരു ഹോൾസെയിൽ സിമന്റ് ബിസിനസ്സിൽ അക്കൗണ്ട് അസിസ്റ്റന്റായി ജോലിക്ക് കയറി. പിന്നീട് UAEയിലും അക്കൗണ്ടന്റായി ജോലി ചെയ്തു. ദുബായിലുള്ള സമയത്താണ് ഓൺലൈനിൽ വെച്ച് ജെസ്സി എന്ന സുഹൃത്തിനെ പരിചയപ്പെടുന്നത്. 2003 ജെസ്സി സേതുപതിയുടെ ഭാര്യയായി. ദുബായിലെ ജോലിയിൽ സേതുപതി ഒട്ടും സന്തുഷ്ടനായിരുന്നില്ല. അതുകൊണ്ട് തന്നെ 2003 ഇന്ത്യയിലേക്ക് മടങ്ങി. കുറച്ചുകാലം സുഹൃത്തുക്കളോടൊപ്പം ഇന്റീരിയർ ഡെക്കറേഷൻ ബിസിനസ്സിൽ പ്രവർത്തിച്ചു. ശേഷം റെഡിമെയ്ഡ് കിച്ചൺ കൈകാര്യം ചെയ്യുന്ന ഒരു മാർക്കറ്റിംഗ് കമ്പനിയിൽ ചേർന്നു. ചെന്നൈ ആസ്ഥാനമായ കൂത്ത് പട്ടറൈ എന്ന നാടക സംഘത്തിൽ അക്കൗണ്ടന്റും നടനുമായി ചേർന്ന അദ്ദേഹം കൂടുതൽ അഭിനേതാക്കളെ കാണാനിടയായി. അഭിനേതാക്കളെ അടുത്തുനിന്ന് നിരീക്ഷിച്ചു. അതിനിടയിൽ സംവിധായകൻ ബാലു മഹേന്ദ്രയാണ് സേതുപതിക്ക് വളരെ ഫോട്ടോജനിക്കായ മുഖമുണ്ടെന്ന് പറയുന്നത്. അഭിനയ ജീവിതം തുടങ്ങാൻ പ്രേരിപ്പിക്കുന്നതും അദ്ദേഹമാണ്. പക്ഷേ ഒരിക്കലും ബാലു മഹേന്ദ്രയുടെ സിനിമയിൽ സേതുപതിക്ക് അവസരം കൊടുത്തിരുന്നില്ല. ചില സിനിമകളിൽ പ്രധാന കഥാപാത്രത്തിന്റെ സുഹൃത്തിന്റെ വേഷം സേതുപതി ചെയ്തു. 2006 മാർച്ചിൽ പെൻ എന്ന പരമ്പരയുടെയും ഭാഗമായി. ശേഷം വേറെയും ടെലിവിഷൻ പരമ്പരകളിൽ അഭിനയിച്ചു. കാർത്തിക് സുബരാജിനൊപ്പം നിരവധി ഷോർട്ട് ഫിലിമുകളിൽ പ്രവർത്തിച്ചു. നോർവേ തമിഴ് ഫിലിം ഫെസ്റ്റിവൽ ഷോർട്ട് ഫിലിം മത്സരത്തിൽ സേതുപതിക്ക് മികച്ച നടനുള്ള അവാർഡ് ലഭിച്ചു. 2006 സംവിധായകൻ സെൽവരാഘവന്റെ സ്റ്റുഡിയോയിൽ പുതുപ്പേട്ടൈ എന്ന ചിത്രത്തിന്റെ ഓഡിഷന് പോയി. ആ സിനിമയിൽ ധനുഷിന്റെ സുഹൃത്തായി അഭിനയിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടു. പിന്നീട് സംവിധായകൻ സുശീന്ദ്രൻ വെണ്ണില കബഡിക്കുൾ, നാൻ മഹാനല്ല എന്നീ പ്രൊജക്ടുകളിൽ അഭിനയിപ്പിച്ചു. സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ സഹായിക്കുന്നതിൽ സുശീന്ദ്രൻ വഹിച്ച പങ്കിനെ കുറിച്ച് സേതുപതി പിന്നീടൊരു പരിപാടിയിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട്. സേതുപതി ആദ്യമായി നായകനായി എത്തുന്നത് സംവിധായകൻ സീനു രാമസ്വാമിയുടെ തേന്മേർക്ക് പരുവക്കാറ്റ് എന്ന നാടക ചിത്രത്തിലാണ്. ഒരു ഇടയന്റെ വേഷമായിരുന്നു ആ സിനിമയിൽ അദ്ദേഹം അഭിനയിച്ചത്. ഈ ചിത്രം 3 ദേശീയ ചലച്ചിത്ര അവാർഡുകളാണ് നേടിയത്. ആ വർഷത്തെ മികച്ച തമിഴ് ഫീച്ചർ ഫിലിമും ഇതുതന്നെയായിരുന്നു. എന്നാലും സേതുപതിയുടെ കരിയറിൽ വഴിത്തിരിവായ വർഷം 2012 ആണ്. ആ വർഷം റിലീസ് ചെയ്ത 3 ചിത്രങ്ങളും വൻ വിജയങ്ങളായിരുന്നു. M. ശശികുമാർ നായകനായ സുന്ദര പാണ്ഡ്യനിലെ നെഗറ്റീവ് റോളായിരുന്നു ഒന്നാമത്തേത്. കാർത്തിക് സുബരാജിന്റെയും ബാലാജി തരണീധരന്റെയും സംവിധാന അരങ്ങേറ്റ ചിത്രമായ പിസ്സ എന്ന ത്രില്ലറായിരുന്നു രണ്ടാമത്തേത്. ഒപ്പം നടുവുള കൊഞ്ചം പക്കത്തെ കാണും എന്ന കോമഡി എന്റർടൈനറും. അന്ന് ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൽ മാലിനി മന്നത്ത് പിസ്സയെക്കുറിച്ചുള്ള നിരൂപണം എഴുതി. അത് ഇങ്ങനെയായിരുന്നു: സേതുപതി മുഴുവൻ സിനിമയും തന്റെ ചുമലിൽ വെച്ചിരിക്കുന്നു. അപാരമായ വോയിസ് മോഡുലേഷൻ കഴിവുകൊണ്ട് ഏത് വേഷവും കൈകാര്യം ചെയ്യാനുള്ള സേതുപതിയുടെ കഴിവും വ്യക്തമായി. 2012 അവസാനത്തോടെ indiaglitz.com സേതുപതിയെ ആ വർഷത്തെ മികച്ച തമിഴ് നടന്മാരിൽ ഒരാളായി തിരഞ്ഞെടുത്തു. കോളിവുഡിന്റെ വളർന്നുവരുന്ന താരം എന്ന് വിളിക്കുകയും ചെയ്തു. 2013 സേതുപതിയുടെ ആദ്യ ചിത്രം ക്രൈം കോമഡിയായ സൂതുകാവും ആയിരുന്നു. അതിൽ 40 വയസ്സുള്ള ഒരു കിഡ്നാപ്പറിന്റെ വേഷമായിരുന്നു ചെയ്തത്. ഈ സിനിമ വൻ ബോക്സ് ഓഫീസ് വിജയമായി മാറി. ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൽ മാലിനി മന്നത്ത് വീണ്ടും അവലോകനം എഴുതി. താടിയും മുടിയും നരച്ച 40-കാരനെ അവതരിപ്പിക്കാൻ ഈ നടൻ മടിക്കാത്തത് വളരെ പ്രശംസനീയമായ കാര്യമാണെന്നായിരുന്നു അവരുടെ അഭിപ്രായം. 2014 അദ്ദേഹത്തിന്റെ റമ്മി, പന്നയാരും പത്മിനിയും എന്നീ സിനിമകൾ പുറത്തിറങ്ങി. ഒരു വൃദ്ധനെയും അദ്ദേഹത്തിന്റെ വിന്റേജ് കാർ പ്രീമിയർ പത്മിനിയെയും ചുറ്റിപ്പറ്റിയുള്ള സിനിമയായിരുന്നു പന്നയാർ പത്മിനി. സേതുപതി അതിൽ ഡ്രൈവറായി അഭിനയിച്ചു. കേരളത്തിലെ 19ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഏക തമിഴ് ചിത്രമായിരുന്നു അത്. 2021 ലോകേഷ് കനകരാജിന്റെ മാസ്റ്റർ എന്ന സിനിമയിൽ വിജയ്ക്കൊപ്പവും സേതുപതി അഭിനയിച്ചു. 2021 ഓഗസ്റ്റ് 7 ആരംഭിച്ച മാസ്റ്റർ ഷെഫ് ഇന്ത്യ എന്ന തമിഴ് പ്രോഗ്രാമിന്റെ അവതാരകനും അദ്ദേഹമായിരുന്നു. ഇതുകൂടാതെ നാനും റൌഡിദാൻ, സേതുപതി, വിക്രം വേദ, 96,
മാസ്റ്റേഴ്സ്, വിക്രം, ജവാൻ, മഹാരാജ, ജിഗർതണ്ട തുടങ്ങി 16 വർഷത്തിലേറെ നീണ്ടു നിൽക്കുന്ന കരിയറിൽ സേതുപതി സിംപ്ലിസിറ്റി കൊണ്ട് ആരാധകരുടെ ഹൃദയത്തിൽ കയറിപ്പറ്റി. ഒരു നടനാകാനുള്ള യോഗ്യതയൊന്നും നിങ്ങൾക്കില്ല, അഭിനയം നിങ്ങൾക്ക് ചേരില്ല, ക്യാമറ ഫേസ് ഇല്ല, വെറുതെ സമയം കളയാതെ വല്ല പണിയും ചെയ്ത് ജീവിക്കാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞ് പല വാതിലുകളും സേതുപതിക്ക് മുൻപിൽ അടഞ്ഞിരുന്നു. തമിഴ് ടോക്കീസ് വാരികകളിൽ നിന്നും സംവിധായകരുടെ നമ്പർ തപ്പിയെടുത്ത് ചാൻസ് ചോദിച്ചു ചെന്ന സേതുപതിക്ക് അന്ന് അവസരം കിട്ടിയത് ജൂനിയർ ആർട്ടിസ്റ്റായി മാത്രമായിരുന്നു. ഒരു പ്രമുഖ സംവിധായകന്റെ സിനിമയിലേക്ക് ഓഡിഷന് പോയ സേതുപതിക്ക് വളരെ മോശം അനുഭവവും ഉണ്ടായിട്ടുണ്ട്. കറുത്തിട്ടാണെന്നും നടനാവാനുള്ള ലുക്കില്ലെന്നും പറഞ്ഞ് അദ്ദേഹത്തെ ഒഴിവാക്കിയിരുന്നു. എന്നാൽ അതൊന്നും തന്നെ സേതുപതിയെ തളർത്തിയില്ല. വലുതും ചെറുതുമായ എല്ലാ കഥാപാത്രങ്ങളും അദ്ദേഹം ചെയ്യാൻ തുടങ്ങി, മിനി സ്ക്രീനെന്നോ ബിഗ് സ്ക്രീനെന്നോ വ്യത്യാസമില്ലാതെ. SR പ്രഭാകരൻ എന്ന സംവിധായകൻ സേതുപതിയിലെ നടനെ തിരിച്ചറിഞ്ഞ നിമിഷം സുന്ദരപാണ്ഡ്യൻ എന്ന സിനിമയിൽ വില്ലനായി തിരഞ്ഞെടുത്തു. എന്നാൽ ഇത് മണ്ടത്തരമാണെന്നാണ് മറ്റ് സംവിധായകർ അദ്ദേഹത്തോട് പറഞ്ഞത്. പക്ഷേ വിജയ് സേതുപതി അഭിനയം കൊണ്ട് എല്ലാവരെയും ഞെട്ടിച്ചു. മികച്ച വില്ലനുള്ള തമിഴ്നാട് സ്റ്റേറ്റ് അവാർഡും നേടിയെടുത്തു. അങ്ങനെ ആരുടെയും പിന്തുണയില്ലാതെ ഒറ്റയ്ക്ക് കടന്നുവന്ന് ഒറ്റയ്ക്ക് പിടിച്ചു നിന്ന വിജയ് സേതുപതി തമിഴകത്തിന്റെ മക്കൾ സെൽവനായി മാറി. എവർഗ്രീൻ ഐക്കൺ അവാർഡ്, ഫിലിം ക്രിറ്റിക്സ് അവാർഡ്, തമിഴ്നാട് സ്റ്റേറ്റ് ഫിലിം അവാർഡ് തുടങ്ങി നിരവധി അവാർഡുകൾ സ്വന്തമാക്കി. ഒടുവിൽ വിക്രം വേദ എന്ന സിനിമയിലൂടെ മികച്ച നടനുള്ള അവാർഡും സേതുപതി കരസ്ഥമാക്കി. കറുത്തവനെന്നും അഭിനയിക്കാൻ അറിയാത്തവനെന്നും പറഞ്ഞ് മാറ്റി നിർത്തിയ സംവിധായകരിൽ നിന്നും പല അവാർഡുകൾ സ്വീകരിച്ചു. അങ്ങനെ സിംപ്ലിസിറ്റി കൊണ്ട് ആരാധകരുടെ ഹൃദയത്തിൽ കയറിപ്പറ്റിയ സേതുപതി ഇന്നും തന്റെ ആരാധകരോട് പറയുന്നത് ഒരൊറ്റ കാര്യമാണ്: നിങ്ങളുടെ ഔദാര്യമാണ് എൻ്റെ സിനിമാ ജീവിതം.